എറണാകുളം ജില്ല കേരളത്തിന്റെ ഹൃദയഭാഗത്തുള്ള ജില്ല മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ DCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ പവർ ബാങ്ക് ആണ് എറണാകുളം ജില്ല എന്ന് പറയുന്നതിലേറെ സന്തോഷമുണ്ട്. കരുത്തുറ്റ സംഘടനാ പ്രവർത്തനവും ജനകീയമായ രാഷ്ട്രീയ പ്രവർത്തനവും എറണാകുളത്തിന്റെ പാരമ്പര്യമാണ്. അത് വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിലും നിങ്ങൾ വളരെ നല്ല നിലയിൽ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിലേറെ സന്തോഷമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിന്റെ അസംബ്ലിയിലെ MLA-മാരിൽ പകുതി കണ്ട് ആളുകൾ അല്ലെങ്കിൽ മൂന്നിലൊന്നിൽ കൂടുതൽ ആളുകൾ എറണാകുളം ജില്ലയിലാണ് എന്ന് പറയുമ്പോൾ അസൂയല്ല, അഭിമാനം തന്നെയാണ്. ഈ മാതൃക മറ്റ് ജില്ലകൾക്കും ഏറ്റെടുക്കാൻ സാധിക്കുന്ന മാതൃക തന്നെയാണ്. സമീപ ജില്ലകളിൽ നമുക്കെല്ലാം അറിയാം, ഒരു കാലത്ത് കോൺഗ്രസിന് ഇതിനേക്കാൾ പ്രതാപവും പ്രാധാന്യവും ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ പരാജയങ്ങൾ നമ്മൾ കണ്ടുവെങ്കിൽ എറണാകുളത്ത് പാർലമെന്റ് മെമ്പർമാരും MLA-മാരും മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുണ്ട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്തും ജനപ്രതിനിധികളുമെല്ലാം നമ്മുടെ സംഘടനയുടെ കരുത്താണ് വിളിച്ചറിയിക്കുന്നത്. എറണാകുളം ജില്ലയെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇവിടെ അധ്യക്ഷൻ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ ഒരു കാര്യം, നമ്മളെല്ലാവരും കേരളം ഇന്നലെ പുതുപ്പള്ളിയിൽ വരാത്ത ആളുകളും ശ്രദ്ധിച്ച് കേട്ട ഒരു പ്രസംഗമാണ്. രാഹുൽ ഗാന്ധിയുടെ നിരവധിയായ പ്രസംഗങ്ങൾ കേട്ട നേതാക്കന്മാരെ ഈ വേദിയിലും സദസ്സിലുമുണ്ട്. പക്ഷെ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ നിന്ന് വന്ന വലിയ ഒരു സന്ദേശമായിരുന്നു. എന്താണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് തന്റെ 4 നൂറ്റാണ്ട് കാലത്തെ അനുഭവം, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി വിവരിക്കുകയും അങ്ങനെ ജനങ്ങളുടെ മനസ്സ്, ജനങ്ങളുടെ ആഗ്രഹ അഭിലാഷങ്ങൾ, ജനങ്ങളുടെ വികാരം, ജനങ്ങളുടെ പ്രയാസങ്ങൾ ഒപ്പിയെടുക്കുന്ന, ഉൾക്കൊള്ളുന്ന അവരിൽ ഒരാളായി മാറുന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ചുമതല. ആ ചുമതലയാണ് ബഹുമാനായ ഉമ്മൻചാണ്ടി ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ചത് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ അതിനെ കേരളം ഏറ്റവും അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളെയും ആ മഹനീയമായ പാരമ്പര്യത്തെയും സ്വാഗതം ചെയ്യുകയായിരുന്നു. രാഹുൽജി ഒന്നുകൂടി പറഞ്ഞു പ്രസംഗം അവസാനിക്കുമ്പോൾ, അത്തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ശൈലിയിൽ കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകർ രാജ്യത്തും പ്രത്യേകിച്ച് കേരളത്തിലും ഉണ്ടാകണം. അതാണ് തന്റെ ആഗ്രഹം, തന്റെ അഭിലാഷം, ഈ ദിവസത്തെ സന്ദേശം എന്ന് രാഹുൽജി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മളെ തന്നെ പ്രാപ്തരാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മുൻപിൽ നിരവധിയായ വെല്ലുവിളികളും വായിച്ച ഉത്തരവാദിത്തങ്ങളും തന്നെയാണ്. ഈ സമര സംഗമം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ കേരളം കേട്ട മുദ്രാവാക്യങ്ങൾ തന്നെയാണ്. നിലമ്പൂരിൽ നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നേരത്തെ പുതിയ KPCC ടീം വരുന്നതിന് മുൻപ് തന്നെ പഴയ പ്രസിഡന്റ് ശ്രീ K. സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെയും എല്ലാം നേതൃത്വത്തിൽ അവിടെ കാര്യങ്ങൾ ആലോചിച്ച് ഇന്നത്തെ വർക്കിംഗ് പ്രസിഡന്റ് മലപ്പുറം ജില്ലക്കാരൻ തന്നെയായ CP അനിൽകുമാർ MLA-ക്ക് അതിന്റെ ചുമതലകളെല്ലാം നൽകി DCC പ്രസിഡന്റ് ജോയിയും എല്ലാവരും ചേർന്ന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് വന്നപ്പോൾ നമ്മൾ ആലോചിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, സാധാരണ രാഷ്ട്രീയ പ്രചരണ പരിപാടികൾക്കപ്പുറത്ത് ജനകീയമായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങളാണ് നിലമ്പൂരിലെ വോട്ടർമാർ കേരളത്തിന് വേണ്ടി ചർച്ച ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്, വിധിയെഴുത്തിന് വിധേയമാക്കേണ്ടത് എന്നാണ് നമ്മൾ അവിടെ വോട്ടർമാരുടെ മുൻപിൽ നമ്മൾ സമർത്ഥിച്ചത്. ആ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിലക്കയറ്റം. അതെല്ലാ ജില്ലകളിലും കേരളത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. അതിൽ കേരള സർക്കാരുകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ അവർ അനങ്ങാപ്പാറ നയമാണ്. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഒരു നടപടിയും വിലക്കയറ്റം തടയാൻ സപ്ലൈകോ തികഞ്ഞ പരാജയമാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും എല്ലാം വില എത്രയെന്ന് ഇന്ന് നിർണ്ണയിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. വിലക്കയറ്റത്തിന് ആക്കം കൂട്ടുന്ന
നയസമീപനങ്ങളാണ് ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേന്ദ്രം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് കേരളത്തിന് കിട്ടുമായിരുന്ന 700 കോടി രൂപയുടെ നികുതി വിഹിതം വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സഹായം എന്ന നിലയിൽ നിലപാട് സ്വീകരിച്ചത് എങ്കിൽ പിണറായി വിജയന്റെ സർക്കാർ ഈ പൈസ കേന്ദ്രം വർദ്ധിപ്പിച്ച അതിന്റെ കേരള വിഹിതം അത് വേണ്ട എന്ന് വെക്കുമോ എന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചോദിച്ചപ്പോൾ അവര് യാതൊരുവിധ ലജ്ജയുമില്ലാതെ ഞങ്ങൾ ഒരിക്കലും അത് വേണ്ട എന്ന് വെക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയും അതുമാത്രമല്ല അത് പോരാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പെട്രോളിനും ഡീസലിനും അഡീഷണൽ ആയിട്ട് സെസ് ഏർപ്പെടുത്തുകയും ചെയ്ത ഗവൺമെന്റാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. വിലക്കയറ്റത്തിന് പരിഹാരമില്ല. കാർഷിക മേഖല തകർന്ന് തരിപ്പണമാണ്. കൃഷിക്കാരന് കൃഷി ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലാണ്. അതിന്റെ കൂടെയാണ് കൂനിന്മേൽ കുരുവെന്ന പോലെ വന്യമൃഗശല്യം അത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ദിവസങ്ങളില്ല. കാട്ടാനയുടെയും അതുപോലെ തന്നെ കാട്ട് പന്നിയുടെയും കുരങ്ങിന്റെയും കടുവയുടെയും പുലിയുടെയും എല്ലാം അക്രമങ്ങളിൽ ഇന്ന് കേരളം ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നു. അത് കാർഷിക മേഖലയിലോ വനാതിർത്തി പ്രദേശങ്ങളിലോ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. ജനവാസ മേഖലയിലുമെല്ലാം ആ വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ഗവൺമെന്റ് അക്കാര്യത്തിൽ ഉറക്കം നടിക്കുകയാണ്. ഞങ്ങൾ നടത്തിയ ഒരു സമരത്തിൽ ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഒരു പൗരപ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം, സത്യത്തിൽ ഇവിടെ കാട്ടാനയ്ക്കോ അല്ലെങ്കിൽ കടുവയ്ക്കോ അല്ല മയക്കുവെടിയേറ്റ അവസ്ഥ കേരളത്തിലെ വനം മന്ത്രിക്കാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഇന്ന് വളരെ ഏറെ ഈ സംസ്ഥാനത്തിന് ദോഷകരമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം വാദിക്കുന്നുണ്ട്. അദ്ദേഹം വാശിയോടെ ആരെങ്കിലും അദ്ദേഹത്തിനെതിരായിട്ട് ഗവൺമെന്റ് നയങ്ങളിലും സമീപനങ്ങളിലും പോരാ എന്ന് ആരെങ്കിലും വ്യാപകമായിട്ട് വിമർശിച്ചാൽ തന്നെ ആ വിമർശനം ഉൾക്കൊള്ളാനോ തിരുത്തൽ വരുത്താനോ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. നിയമസഭയിൽ തന്നെ ഞങ്ങൾ എത്രയോ അടിയന്തര പ്രമേയം, ഒരുപക്ഷെ ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇന്നത്തെ ഈ നിയമസഭയിലാണ്, 15ാം കേരള നിയമസഭയിലാണ് വന്യമൃഗ ശല്യത്തിന്റെ വിഷയങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഉന്നയിക്കാൻ അവസരം ലഭിച്ചത്. ഞാൻ KPCC പ്രസിഡന്റ് അല്ല. 2 അടിയന്തര പ്രമേയങ്ങൾ ഈ വിഷയത്തിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി തേടിക്കൊണ്ട് പ്രസംഗിച്ചു. ശ്രീ മാത്യു കൊളുനാടൻ കോതമംഗലത്തെ 2 ആളുകൾ കാട്ടാനയുടെ അക്രമത്തിൽ പരാജയപ്പെട്ട സംഭവത്തിൽ അടിയന്തര പ്രമേയം അവതരണാനുമതി തേടിക്കൊണ്ട് സംസാരിച്ചു. TCTക്ക് വയനാടാണ് ആ വിഷയത്തിന്റെ ഏറ്റവും വലിയ രൂക്ഷത നിലനിൽക്കുന്ന പ്രദേശം. TCTക്കും ഒരു അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ചു. റോജി ജോണും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരുമെല്ലാം, അതുപോലെ ഇവിടെ ഇരിക്കുന്ന അനിൽകുമാറും എല്ലാവരും ആ കാര്യങ്ങൾ ആവർത്തിച്ചു പറയുന്ന UDFന്റെ MLA-മാരാണ്. UDF MLA-മാര് മാത്രമല്ല, ഭരണകക്ഷിയിലെ ആളുകൾ പോലും വന്യമൃഗശല്യം ഏറ്റവും വലിയ ജീവൽ പ്രശ്നമായിട്ട് ഉന്നയിക്കാൻ, നിയമസഭയ്ക്കകത്തും പുറത്ത് ഉന്നയിക്കാൻ അവരൊക്കെ നിർബന്ധിതരാണ്. പക്ഷെ ഗവൺമെന്റിന്റെ അനങ്ങാമ്പാറ നയം സ്വീകരിക്കുകയാണ് ഗവൺമെന്റ്. ആരോഗ്യരംഗം ഞാൻ പറയുന്നില്ല, പ്രതിപക്ഷ നേതാവ് അതിനെക്കുറിച്ചുകൂടെ സംസാരിക്കും. ഒരു ആരോഗ്യ കമ്മീഷനെ തന്നെ പ്രതിപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യ രംഗത്തെ നടപടികൾ എത്രയോ കണ്ട് ദയനീയമായ പരാജയമാണ്. അത് രാഷ്ട്രീയത്തിന്റെ പേരിൽ പറയുന്നതല്ല. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ആ കാര്യം വ്യക്തമാക്കിയപ്പോൾ അദ്ദേഹത്തെ ശാസിക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ പരിശ്രമിച്ചത് എങ്കിൽ സർക്കാരിന്റെ നയങ്ങൾ തെറ്റാണ് എന്ന് വീണ്ടും കോട്ടയം സംഭവം, ബിന്ദുവിന്റെ മരണം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മന്ത്രിമാരവിടെ എടുത്ത നിലപാടെന്തായിരുന്നു? കെട്ടിടം ഇടിഞ്ഞു തകർന്നു വീഴുന്നു, ബിന്ദു അതിന്റെ അകത്തുണ്ട് എന്ന് മകളും ബിന്ദുവിന്റെ ഭർത്താവും പറയുന്നു. മന്ത്രിമാരെ ന്യായീകരണ തൊഴിലാളികളായി മറ്റും മാറുകയാണ്. മന്ത്രിമാര് പറഞ്ഞു ആർക്കൊന്നും പറ്റിയിട്ടില്ല, പരിശോധിക്കേണ്ട ആവശ്യമില്ല. 2.25 മണിക്കൂറാണ് ബിന്ദു എന്ന വീട്ടമ്മ ആ മണ്ണിനടിയിൽ ശ്വാസം മുട്ടി കഴിഞ്ഞത്. മണ്ണ് മാന്തി, കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നടുഭാഗത്താണ് ഈ സംഭവം. ഞങ്ങൾ എല്ലാവരും പോയി കണ്ടതാണ്. ആ മണ്ണ് മാറ്റിയിരുന്നെങ്കിൽ, നേരത്തെ ഈ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ആ വീട്ടമ്മയുടെ ഒരു 5 സെന്റിൽ താഴെയുള്ള സ്ഥലത്ത് ഭിത്തി തേക്കാത്ത ഒരു വീട്ടിൽ താമസിക്കുന്ന, ആ വീട് പുലർത്തുന്ന ആ വീട്ടമ്മയുടെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ സർക്കാർ
2 മന്ത്രിമാര് സ്ഥലത്ത് ഈ കൂനയിൽ അവർ കയറി നിൽക്കുകയാണ്. ഈ സ്ത്രീ വീണ് കിടക്കുന്ന, ശ്വാസം മുട്ടി അവര് മരിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ആ മണ്ണിന്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് നത്തിങ് ഹാപ്പൻ, ഒന്നുമില്ല എന്ന നിലയിലാണ് മന്ത്രിമാരവിടെ പ്രഖ്യാപനം നടത്തിയത്. ഏതായാലും നമ്മളുടെ സജി ചെറിയാൻ, നമ്മളുടെ ഫിഷറീസ് മന്ത്രി, അവസാനം സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ്. ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നുവെന്ന് സജി ചെറിയാനെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തിന്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ്. പ്രതിപക്ഷ നേതാവ് പറയുകയായിരുന്നു, കൊല്ലം ജില്ലയിലെ ആ തേവലക്കര സ്കൂളിലെ മിഥുൻ എന്ന 8ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ വീട്ടമ്മ വിദേശത്തായിരുന്നു. ഇന്നാണ് ഇപ്പൊ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. എത്രയോ ദാരുണമായിട്ടുള്ള സംഭവങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ അവകാശവാദങ്ങൾ തെറ്റാണ്. ഈ ജനകീയ ജീവൻ പ്രശ്നങ്ങളെ ശക്തമായിട്ട് ജനപക്ഷത്ത് നിന്ന് ഉയർത്താൻ ഐക്യജനാധിപത്യ മുന്നണിക്കും അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഉത്തരവാദിത്തമുണ്ട്. അതാണ് ഈ സമര സംഗമങ്ങൾ. സാധാരണഗതിയിൽ KPCCയുടെ ഒരു പുതിയ ടീം വന്നാൽ ഞങ്ങൾ വരുന്നു പറഞ്ഞാൽ നിങ്ങളെല്ലാം വലിയ സ്വീകരണവും പരിപാടികളൊക്കെ ഒരുക്കും. പക്ഷെ അതിനേക്കാൾ ആവശ്യം നമ്മൾ ഈ സമര മുഖത്താണ്, അതിനുള്ള സന്നാഹങ്ങളാണ്, അതിനുള്ള തയ്യാറെടുപ്പാണ്, അതിനുള്ള മുന്നേറ്റമാണ് നമുക്ക് ആവശ്യം. 2 തെരഞ്ഞെടുപ്പുകളും വരികയാണ്. അതിനൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളം ജില്ല ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന കോൺഗ്രസിന്റെ ശക്തി ദുർഗം എന്ന് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ തെളിയിക്കും. അതിനുവേണ്ടിയുള്ള ഐക്യം, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള സമീപനം, അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനം അതുണ്ടാകും എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഒറ്റക്കെട്ടായി കേരളത്തെ ഇന്നത്തെ തെറ്റായ ഭരണ സംവിധാനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ മുന്നേറ്റവും പോരാട്ടവും ഏറ്റെടുക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്.